ഒരു സിനിമാ കഥ പോലെ തന്നെ സസ്പെൻസും ത്രില്ലറും നിറഞ്ഞതാണ് ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ ജീവിതവും. മുൻപ് UDF മന്ത്രിസഭയിൽ അംഗമായിരുന്ന അനുഭവ സമ്പത്തുമായാണ് ഗണേഷ് ഇപ്പോൾ LDFന്റെ മന്ത്രിയാകുന്നത്. വിവാദങ്ങൾക്കും ഇപ്പോൾ കുറവുമില്ല. അഭ്രപാളിയിൽ നായകനും പ്രതിനായകനുമായിരുന്നു ഗണേഷ് കുമാർ. രാഷ്ട്രീയത്തിൽ ഒന്നൊന്നൊഴിയാതെ വിവാദങ്ങൾ. മന്ത്രിസ്ഥാനത്ത് നിന്നുള്ള പടിയിറക്കവും ഇപ്പോൾ ശക്തമായ തിരിച്ചുവരവും. KB ഗണേഷ് കുമാർ എന്ന രാഷ്ട്രീയക്കാരൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ തോൽവിയെന്തെന്നറിഞ്ഞിട്ടില്ല. പിതാവ് R ബാലകൃഷ്ണപിള്ളയുടെ രാഷ്ട്രീയ പിന്തുടർച്ചാവകാശിയായി രംഗപ്രവേശം. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി പത്തനാപുരത്ത് നിന്ന് നിയമസഭാംഗമായതോടെയാണ് ഗണേഷിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് നടന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പത്തനാപുരത്ത് നിന്ന് തുടർച്ചയായി ജയിച്ച നിയമസഭാംഗമായി. 2 തവണ മന്ത്രിയായിരുന്നു. 2001 AK ആന്റണി നയിച്ച UDF മന്ത്രിസഭയിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായ ഗണേഷ് 2003 പിതാവ് R ബാലകൃഷ്ണപിള്ളയ്ക്ക് മന്ത്രിയാവാൻ വേണ്ടി രാജിവെക്കുകയായിരുന്നു. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരുന്ന ഗണേഷ് വിവാദങ്ങൾക്ക് പിന്നാലെ 2013 രാജിവെച്ചു. UDF വിട്ട് 2016 LDF സ്ഥാനാർത്ഥിയായി പത്തനാപുരത്ത് കളത്തിലിറങ്ങി. സിനിമാ രംഗത്തെ സഹപ്രവർത്തകൻ ജഗദീശനെയാണ് അന്ന് പരാജയപ്പെടുത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാലയെയും തോൽപ്പിച്ചു. പിതാവിന്റെ മരണശേഷം കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാനായി. വ്യക്തിപരമായതും രാഷ്ട്രീയപരവുമായ വിവാദങ്ങൾ ഒന്നൊഴിയാതെ പിന്തുടരുമ്പോൾ ഗണേഷ് കുമാറിന് ഒന്നേ പറയാനുള്ളൂ. ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ ഭാഗത്തും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്നും എല്ലാ പിന്തുണയുണ്ടാകണം. വെറുതെ എന്നെ ഒരു വിവാദങ്ങളിലേക്ക് വലിച്ചഴച്ച് ദയവേദി ഉപദ്രവിക്കരുത്. കാരണം ഞാനൊന്നിനുള്ള ആളല്ല. നന്നായി ഒരു ജോലി ചെയ്യാൻ മുഖ്യമന്ത്രി ഒരു ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു. ആ ചുമതല കൃത്യമായി നിർവഹിക്കാൻ എല്ലാവരും സഹായിക്കും. ന്യൂസ് ഡെസ്ക്, News 18.